പൂജപ്പുര മൈതാനത്ത് ജനുവരിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര മുരുക ഭക്ത സംഗമത്തിലേക്ക് പൂജിച്ചു നൽകിയ വേൽ മുരുകന്റെ ആറുപട വീട് ക്ഷേത്രങ്ങളിൽ പൂജിച്ച് തിരികെ എത്തിച്ചു. കരമന തെലുങ്ക് ചിട്ടി ഏകാംബരേശ്വര കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായി വേൽ കൈമനം മഹാശിവലിംഗ ബാലാലയത്തിൽ എത്തിക്കും. അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുകയാണ്. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു? സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ വരുന്ന ജനുവരി 16, 17, 18 തീയതികളിലാണ് തിരുവനന്തപുരം പൂജപ്പുര മൈതാനിയിൽ ആഗോള ഭക്തസംഗമത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാരൊക്കെ സംഘടിപ്പിച്ച് നമ്മൾ കണ്ടു. അതിനൊക്കെ പിന്നാലെ ഭക്തർ മാത്രം ഒത്തുചേരുന്ന ആഗോള മുരുക സംഗമം നടക്കാൻ പോവുകയാണ്. മുരുക ഭക്തസംഗമം എന്ന പേരിലാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികൾ നടക്കുന്നത്. ഇപ്പോൾ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് മുരുകൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വേൽ, ആ വേൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും ഒരു കൂട്ടം ഭക്തർ, മുരുക ഭക്തർ ഇവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ മുരുകൻ്റെ ആറുവട ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവിടെയൊക്കെ എത്തിച്ച് പൂജിച്ച ആ വിശിഷ്ട വേൽ, ആ വേൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് കരമന ശ്രീ ഏകാംബരേശ്വര കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിലാണ് ആ വേൽ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ വലിയൊരു ഭക്തസംഗമം, ഭക്തസമൂഹം ഇവിടെയുണ്ട്. തെലുങ്ക് ചെട്ടിയാർ വിഭാഗത്തിലെ ആളുകൾ അവരുടെ ഇഷ്ടദേവതയ്ക്ക് മുൻപിലാണ് ഇപ്പോൾ ആ മുരുകൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വേൽ എത്തിച്ചിട്ടുള്ളത്. ആ വേൽ അല്പസമയത്തിനകം ഇവിടെ നിന്നും ഘോഷയാത്രയായി തിരുവനന്തപുരം കരമനയിലുള്ള മഹാശിവലിംഗ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട ബാലാലയത്തിലേക്ക് കൊണ്ടുപോകും. അവിടെയായിരിക്കും പിന്നീട് ആ ഒരു മുരുകൻ്റെ പ്രിയപ്പെട്ട വേൽ ഉണ്ടാവുക. അതിനുശേഷം ഈ വേൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന മുരുക ഭക്ത സംഗമത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. എന്തായാലും മധുരയിൽ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കണ്ടതാണ് ആഗോള മുരുക ഭക്ത സംഗമം സംഘടിപ്പിച്ചപ്പോൾ അന്താരാഷ്ട്ര മുരുക സംഗമത്തിൽ പങ്കെടുത്ത ആളുകൾ, ഒപ്പം തന്നെ ആ പരിപാടികളിലെ പങ്കാളിത്തമൊക്കെ സമാനമായ സാഹചര്യത്തിൽ തന്നെയാണ് കേരളത്തിലും അത്തരത്തിലൊരു മുരുക ഭക്ത സംഗമം നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളുടെയൊക്കെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഈ ഒരു മുരുകൻ്റെ പ്രിയപ്പെട്ട വേൽ തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുള്ളത്. ആ ഒരു വേൽ കണ്ട് അതിന് പുഷ്പാഭിഷേകം അർപ്പിക്കാനടക്കം ഓരോ ഭക്തന്മാർക്കും അവസരമുണ്ടായിരുന്നു. ഏതായാലും ഏതാനും നിമിഷങ്ങൾക്കകം ആ വേൽ ഇവിടെ നിന്നും കരമനയിലേക്ക് കൊണ്ടുപോവുകയാണ്. വിപുലമായ ഘോഷയാത്രയോടുകൂടിയാണ് ആ ഒരു വേൽ കൊണ്ടുപോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ചില കുഞ്ഞ് മുരുകൻ ഭക്തന്മാരെ കൂടി, മുരുകൻ്റെ വിധാരികളായിട്ടുള്ള ഭക്തന്മാരെ കൂടി നമുക്ക് കാണാം. അങ്ങനെ പഴനി മുരുകന് ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ വേൽ അങ്ങനെ തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുകയാണ്. പ്രത്യേകമായി തയ്യാറാക്കിയ ആ ഒരു വേൽ, ആ വേലിനി ഇപ്പോൾ കരമനയിലെ ഈ ഒരു ബാലാലയത്തിലായിരിക്കും ഉണ്ടാവുക. അവിടെ നിന്നും പിന്നീട് ഈ മുരുക സംഗമം നടക്കുമ്പോൾ അതിലേക്ക് കാണാനും അതിനൊക്കെ അവസരം ഒരുക്കുമെന്നുള്ളതാണ് ട്രസ്റ്റ് അറിയിച്ചിട്ടുമുള്ളത്. എന്തായാലും വലിയൊരു വിഭാഗം ആളുകൾ, വലിയൊരു ഭക്ത സമൂഹം ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വേൽ കാണാൻ. ഒപ്പം തന്നെ ഭക്ത സംഗമത്തിൻ്റെ, മുരുക ഭക്ത സംഗമത്തിൻ്റെയൊക്കെ ഭാഗമാകാനുമൊക്കെയായി വിപുലമായ ചടങ്ങുകളാണ് ഈ ജനുവരി മാസത്തിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകമായിട്ടുള്ള അഭിഷേകം, പ്രത്യേകമായിട്ടുള്ള ചടങ്ങുകൾ, പുഷ്പാർച്ചന അടക്കമുള്ള ചടങ്ങുകളടക്കം ഈ ഒരു മുരുക ഭക്ത സംഗമത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്നുള്ളതാണ് ഈ മുരുക ഭക്ത സംഗമത്തിൻ്റെ ഭാരവാഹികൾ അറിയിക്കുന്നത്. ശരി, മുരുക ഭക്ത സംഗമത്തോടനുബന്ധിച്ച് അതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.